മറന്നുപോയ ത്യാഗം, ഒരു സഹോദര ബന്ധത്തിന്റെ മൗനവേദന. ഇൻസ്പയർഡ് ബൈ എ ട്രൂ സ്റ്റോറി. കേരളത്തിലെ ഒരു ഗ്രാമം. വൈകുന്നേര തിരക്കുകളാൽ നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമകവല. കവലയിലെ പഴയ പെട്ടിക്കടയുടെ മുന്നിൽ കടക്കാരനും ഒരു നാട്ടുകാരനും സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവിടേക്കൊരാൾ നടന്നു വന്നത്. ഏകദേശം 55 വയസ്സു പ്രായമുള്ള ദിനേശൻ. ദിനേശൻ ദിവസവും കവലയിലേക്ക് പലതവണ മോട്ടോർസൈക്കിളിൽ വന്നിരുന്ന ആളായിരുന്നു അദ്ദേഹം. എപ്പോഴും ചിരിച്ചും പ്രസരിപ്പോടെയും സംസാരിക്കുന്ന ദിനേശേട്ടൻ ആ കവലയിലെ എല്ലാവർക്കും വളരെ പരിചിതനായ ആളായിരുന്നു. ദിനേശേട്ടനെ കണ്ടപ്പോൾ പെട്ടിക്കടക്കാരനൊന്ന് അത്ഭുതപ്പെട്ടു. കുറേ ദിവസമായല്ലോ ദിനേശേട്ടാ കണ്ടിട്ട്. ദിവസേന മോട്ടോർസൈക്കിളിൽ പലതവണ കവലയിലേക്ക് വരുന്ന ആളല്ലേ നിങ്ങൾ? മോട്ടോർസൈക്കിൾ എവിടെ? എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ദിനേശേട്ടൻ ആ ദിവസം പക്ഷേ അത്ര പ്രസന്നനല്ലായിരുന്നു. ഒരു ചെറിയ നിശ്വാസം വിട്ട് അദ്ദേഹം പതുക്കെ പറഞ്ഞു, ഇനി കുറച്ചുനാൾ മോട്ടോർസൈക്കിളിലെ യാത്രയുണ്ടാവില്ല. അതെന്താ ദിനേശേട്ടാ? ഗൾഫിൽ നിന്ന് ജോലി മതിയാക്കി നാട്ടിൽ വന്നപ്പോൾ വാങ്ങിയതല്ലേ ആ ബൈക്ക്? നിങ്ങളുടെ സന്തത സഹചാരിയായിരുന്നല്ലോ ആ ബൈക്ക്. കടക്കാരൻ വീണ്ടും ചോദിച്ചു. അതെന്താ ദിനേശേട്ടാ? അത് കേട്ട നിമിഷം ദിനേശേട്ടന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. മോന്റെ കോളേജിലെ വാർഷിക ഫീസ് അടയ്ക്കാൻ പണം തികഞ്ഞില്ല. അതുകൊണ്ട് അത് വിറ്റു ഫീസ് അടച്ചു. അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്ന ഒരു നാട്ടുകാരൻ ചോദിച്ചു, ഗൾഫിലുള്ള അനുജന്റെ വീട്ടിലെ കാർ പോർച്ചിൽ ഒരു ബുള്ളറ്റ് ബൈക്ക് ഇരിപ്പുണ്ടല്ലോ, തൽക്കാലം അതെടുത്ത് യാത്ര ചെയ്തുകൂടെ? ദിനേശേട്ടൻ ഒരു നിമിഷം മിണ്ടാതിരുന്നു. പിന്നെ ശാന്തമായി പറഞ്ഞു, അത് ബുള്ളറ്റല്ലേ, എനിക്കത് ഓടിക്കാൻ അറിയില്ല. അത് കേട്ടപ്പോൾ കടക്കാരൻ ചിരിക്കുകയായിരുന്നു. ദിനേശേട്ടാ, നിങ്ങൾ ബുള്ളറ്റ് ഓടിക്കില്ല എന്ന് എന്നോട് പറയല്ലേ? പണ്ട് നിങ്ങളുടെ ഈ അനുജന് ബൈക്ക് വാങ്ങിക്കൊടുത്ത് നിങ്ങൾ ഗൾഫിൽ പോയപ്പോൾ ആ ബൈക്ക് വിറ്റിട്ട് അനുജൻ ബുള്ളറ്റ് വാങ്ങിയത്. പിന്നീട് നിങ്ങൾ നാട്ടിൽ വന്നപ്പോൾ ആ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് നടന്നേ. അത് കേട്ടപ്പോൾ ദിനേശേട്ടൻ ഒന്നും പറയാതെ നിന്നു. ഒരു നിമിഷം മിണ്ടാതിരുന്ന ശേഷം അദ്ദേഹം പറഞ്ഞു, ഒരു പാക്കറ്റ് ഉപ്പെടുത്തു, പോയിട്ട് ഒരു അത്യാവശ്യം. കടക്കാരൻ ഉപ്പിന്റെ പാക്കറ്റ് കൊടുത്തു. ദിനേശേട്ടൻ അത് വാങ്ങി ശാന്തമായി നടന്നുപോയി. അയാൾ നടന്നകന്നു പോകുന്നത് നോക്കി നിന്നുകൊണ്ട് കടക്കാരൻ നാട്ടുകാരനോട് പതുക്കെ പറഞ്ഞു, ഏകദേശം 30 വർഷത്തോളം കുടുംബത്തിന് വേണ്ടി ഗൾഫിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്തയാളാണ് ദിനേശേട്ടൻ. നാട്ടിൽ വന്നിട്ട് പല ബിസിനസ്സും ചെയ്തു നോക്കി, പക്ഷെ ഒന്നും ശരിയായില്ല. സഹോദരന്മാരെല്ലാം വലിയ നിലയിലായി, സ്വന്തമായി വീടുകൾ ഉണ്ടാക്കി. ഇപ്പോൾ ദിനേശേട്ടനും ഭാര്യയും മക്കളും തനിച്ചാണ് ജീവിക്കുന്നത്. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ദിനേശേട്ടന്റെ മനസ്സ് അറിയാതെ ഇന്നലെയിലേക്ക് തിരിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം തന്റെ അനുജനെ ഫോണിൽ വിളിച്ചത്. മോന്റെ കോളേജ് ഫീസ് അടക്കാൻ പണം തികഞ്ഞില്ല. ഈ കഥയുടെ അവസാന ഭാഗം കാണാൻ ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ ചാനൽ സന്ദർശിക്കൂ. ഫോണിന്റെ മറുവശത്ത് നിന്ന് അനുജന്റെ ശബ്ദം കേട്ടു. ബോക്സിലെ ലിങ്ക് ക്ലിക്ക് ചെയ്തും കാണാം.